നമസ്കാരം. മെയ് 24 2025 മെയ് 24 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പം ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ആ ട്രയൽ അലോട്ട്മെൻറ്റിനോടനുബന്ധിച്ച് തിരുത്തുണ്ട്, അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ അലോട്ട്മെൻറ്റ് വെറും ട്രയൽ മാത്രമാണ്. ഈ ട്രയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ ബന്ധപ്പെട്ട സിസ്റ്റം, അതായത് ഏകജാലക സിസ്റ്റത്തിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. ഒരു തവണ ഒരു അലോട്ട്മെൻറ്റ് ട്രയലായി നടത്തി അതെല്ലാം ശരിയാകുന്നുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണം ആണ് ശരിക്കും ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റിനൊരു വാല്യൂ ഇല്ല. രണ്ടാമത്തെ കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എഴുതി എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് വേറെ മറ്റ് യഥാർത്ഥ അലോട്ട്മെൻറ്റ് ജൂൺ 2 വരുമ്പോൾ അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ചിലപ്പോൾ ഇത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് അന്നേരം ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയവർക്ക് ഒറിജിനൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ 3 ആയിരിക്കും. ഇപ്പോൾ ട്രയലിൽ 6 കിട്ടിയവർ ചിലപ്പോൾ 2 അപ്പോൾ ഇതും അതും തമ്മിൽ ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടോ അത്തരം കാര്യങ്ങളോ ഒന്നും എടുത്തു വെക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിന് വേണമെങ്കിൽ മൊബൈലിലോ ലാപ്പിലോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചേക്കാം, അത്രയേ വേണ്ടൂ. അതും ആവശ്യമില്ല. എന്നാലും നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇത്ര കിട്ടിയിരുന്നു എന്ന് ആശ്വസിക്കാൻ വേണ്ടി അതൊന്ന് എടുത്തു വെക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു ട്രയൽ അലോട്ട്മെൻറ്റിലെ അലോട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ കഫേയിലോ അക്ഷയ സെൻറ്ററുകളിലോ അല്ല മറ്റെവിടെയെങ്കിലോ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട സാധനമല്ല. അപ്പം നമ്മളുടെ വീട്ടിലുള്ള മൊബൈലിലോ ലാപ്ടോപ്പിലോ തന്നെ നമുക്കിത് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. അതായത് 24 രാവിലെ സാധാരണഗതിയിൽ ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കാണുന്നത് എന്ന് വെച്ചിട്ട് രാവിലെ വന്നുകൂടായികയില്ല. ചില വർഷങ്ങളിലൊക്കെ വൈകുന്നേരത്തേക്കാണ് ഇത് അലോട്ട്മെൻറ്റ് വന്ന് കാണുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ടെൻഷൻ ആയിരിക്കുമല്ലോ. രാവിലെ മുതലേ നമ്മൾ ഇടയ്ക്കിടെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി രാവിലെ ഇതങ്ങ് വന്നു കിട്ടിയാൽ നമുക്കൊരു സമാധാനമായിരുന്നു, അത് ശരിയാണ്. പക്ഷേ കൂടുതൽ തവണയും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അത് വൈകുന്നേരം സന്ധ്യയാവാം, പിന്നെ വൈകിട്ടത്തേക്കാവാം. എന്ത് തന്നെയായാലും നാളെ വരും. നാളെ എന്ന് പറയുന്ന ദിവസം രാത്രി 12 മണിക്ക് മുമ്പ് അലോട്ട്മെൻറ്റ് വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൽ ആശ്വസിക്കാൻ. രാവിലെ ഇത് കണ്ടില്ല എങ്കിൽ ഉച്ചവരെ അല്ലെങ്കിൽ 2 മണി വരെ ഈ സംഗതി കണ്ടില്ല എങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ വർഷങ്ങളിലും വരാറുള്ളത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ ടെൻഷനൊന്നും ആവശ്യമില്ല. ഇത് ഇറ്റ്സ് ഓൺലി എ ട്രയൽ മാത്രമാണ്. അപ്പോൾ ഈ ട്രയലിൽ നമ്മൾ മൊബൈലിൽ എങ്ങനെയാണ് ഈ നോക്കുന്നതെന്ന് നമുക്ക് ഒന്ന് വളരെ പറയാം. വളരെ സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമില്ല ഇതിൽ. അതിൽ നമ്മൾ ഗൂഗിള് എടുക്കുക. ഗൂഗിളിൽ HSCAP നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളതാണ്. HSCAP.Kerala.gov.in എന്ന സൈറ്റ് അടിച്ചു കൊടുക്കുക. HSCAP HSCAP.Kerala.gov.in എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പേജ് വരും. ആ പേജിൽ നമ്മൾ HSCAP ഗേറ്റ് എന്ന് കാണാം. HSCAP ഗേറ്റ് ഒരു വഴിയാണ്. പല വഴിയിൽ നമുക്കിത് കയറാം. അങ്ങനെയൊന്നും കൃത്യമായ ഒരു വഴിയൊന്നുമില്ല. പല ലിങ്കുകളും നമുക്ക് കിട്ടും, ആ ലിങ്കിലൂടെ കയറാം. ഈ ഒരു വഴി മാത്രമല്ല, ഒരുപാട് വഴികളിലൂടെ നമുക്ക് ഇതിലെത്താം. അപ്പോൾ HSCAP ഗേറ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഈ ഏകജാലക സംവിധാനത്തിൻ്റെ സൈറ്റിലേക്കാണ് എത്തുന്നത്. ആ ഏകജാലക സംവിധാനത്തിൻ്റെ സൈറ്റിലേക്ക് എത്തിയാൽ അവിടെ നമ്മൾ കാൻഡിഡേറ്റ്സ് ലോഗിൻ SWS എന്ന് കാണാം. കാൻഡിഡേറ്റ്സ് ലോഗിൻ SWS അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ മറ്റൊരു പേജിലേക്ക് എത്തും. ആ പേജിൽ നമുക്ക് യൂസർ ID യും പാസ്വേഡും ജില്ലയും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ യൂസർ ID എന്ന് പറയുന്നത്
നമ്മളുടെ അപ്ലിക്കേഷൻ നമ്പറാണ്. എല്ലാ കുട്ടികളും ഈ ആപ്ലിക്കേഷൻ എവിടെ നിന്ന് കൊടുത്താലും ഈ ആപ്ലിക്കേഷൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തത് ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക, പാസ്വേഡും എഴുതി. അത് അക്ഷയെന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അന്നേരം അവിടുന്ന് എഴുതി തന്നിട്ടുണ്ടാവും. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ദെൻ ജില്ലയാണ് ചോദിക്കുക. നമ്മൾ കൊടുത്ത ഏത് ജില്ലയുടെയാണോ നമുക്ക് അറിയേണ്ടത്. പല ജില്ലയിൽ കൊടുത്തവരുണ്ടാവാം. അപ്പോൾ കൊടുത്ത ജില്ല ഓരോന്നും നമ്മൾ മനസ്സിലാക്കുക, അറിയുക. അപ്പോൾ ആ ജില്ല സെലക്ട് ചെയ്താൽ നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. അവിടെ നമ്മളുടെ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിക്കുക. ആ പേജിൽ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു വാക്കുകൾ അവിടെ ഉണ്ടാവും. ആ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ OTP വരും. നമ്മൾ ഏത് മൊബൈലാണോ രജിസ്റ്റർ ചെയ്ത് ആ രജിസ്റ്ററിലേക്ക് OTP വന്ന് നമുക്ക് പുതിയ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനവും ഉണ്ട്. പഴയ പാസ്വേഡ് ഓൾറെഡി അറിയുന്നവർ, ആപ്ലിക്കേഷൻ ID അറിയുന്നവർ യൂസർ ID ആപ്ലിക്കേഷൻ നമ്പറാണ്, പാസ്വേഡും അടിച്ച് ജില്ലയും സെലക്ട് ചെയ്ത് കയറി കഴിയുമ്പോൾ ഈ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ്, നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വാചകമാണ് ഉണ്ടാവുക. അതവിടെ നമ്മൾ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റാണ് കാണുക. ആ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റിൽ അവിടെ ഉണ്ടാവും ഒരു വാചകം. നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നൊരു വാചകം അവിടെ ഉണ്ടാവും. കിട്ടിയിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും കിട്ടാതിരിക്കാം. കാരണം എന്താ, ഇതൊരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ്, ആദ്യ റൗണ്ടാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും കിട്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാവാം. ചില സന്ദർഭത്തിൽ നമ്മൾ കൊടുത്ത ഓപ്ഷൻ ആവശ്യത്തിലധികം കൊടുത്തിട്ടില്ല എങ്കിൽ അങ്ങനെയും വരാം. മറ്റൊന്ന്, കാരണം അങ്ങനെ കാണാതിരിക്കാനുള്ള മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണും. അപ്പോൾ യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, സോറി. രണ്ടിലൊരു വാചകം എന്തിൽ കാണാം? സ്റ്റാറ്റസ് അലോട്ട്മെൻറ്റിൽ കാണാവുന്നതാണ്. സ്റ്റാറ്റസ് അലോട്ട്മെൻറ്റിൽ ഒന്നുകിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണും. അതിൻ്റെ താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് നമുക്ക് കാണാം. ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ അലോട്ട്മെൻറ്റ്. ആപ്ലിക്കേഷൻ അവസാനമായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്, ഈ അപേക്ഷ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കും. അപ്പോൾ കിട്ടാത്തവർക്ക് സങ്കടം തോന്നേണ്ട കാര്യമില്ല. ഈ അപേക്ഷ, നിങ്ങളുടെ അപേക്ഷ ഇപ്പോഴും ലൈവാണ്, അത് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പേജിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കാണിച്ചു തന്നു. ഈ പേജിൽ ലിങ്ക്സ് എന്ന മെനു ഉണ്ട് തൊട്ട് താഴെ. ലിങ്ക്, LINKS, ലിങ്ക്സ് എന്ന മെനുവിൽ ട്രയൽ റിസൾട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്കൂൾ നെയിം ഉണ്ടാവും, കോഴ്സ് ഉണ്ടാവും, ലാസ്റ്റ് റാങ്ക് ഉണ്ടാവും, WGPA ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കോഴ്സ്, സ്കൂൾ നെയിം. അപ്പോൾ സ്കൂൾ നെയിമിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒന്നാണ് കിട്ടിയതെങ്കിൽ ഒന്നെന്ന് കാണിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കിട്ടിയ സ്കൂളിൻ്റെ പേര്. നമുക്ക് കിട്ടിയ കോഴ്സ് ചിലപ്പോൾ അത് സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം. സ്കൂള് കിട്ടിയതുകൊണ്ട് കോഴ്സ് നമ്മൾ ആഗ്രഹിച്ച് കിട്ടണമെന്നില്ല. ചിലപ്പോൾ സ്കൂളിൽ സയൻസ് ആയിരിക്കും നമ്മൾ ആഗ്രഹിച്ച്, ആ സ്കൂളിൽ കിട്ടിയത് ചിലപ്പോൾ കൊമേഴ്സ് ആവാം. പിന്നെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്കാണ് പറയുന്നത്. അത് റാങ്ക്, അടുത്തത് റാങ്ക്, നമ്മളുടെ റാങ്കും പറയുന്നുണ്ട്, ലാസ്റ്റ് റാങ്കും പറയുന്നുണ്ട്, നമുക്ക് ആ സ്കൂളിൽ കിട്ടിയിരിക്കുന്ന സെലക്ഷൻ ലിസ്റ്റിൽ ആ കോഴ്സിൽ കിട്ടിയിരിക്കുന്ന റാങ്കും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സ്കൂളിലും കിട്ടിയ റാങ്കുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓരോ സ്കൂളിലും കിട്ടിയിട്ടുള്ള റാങ്ക്, അതായത് നമുക്ക് നമ്മൾ കൊടുത്ത ഓപ്ഷനിൽ ഒന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഓപ്ഷൻ അതാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആ ഓപ്ഷൻ തന്നെയാണ് കിട്ടിയതെങ്കിൽ താഴോട്ടുള്ള ഒരെണ്ണവും നമ്മൾ റാങ്ക് കാണാൻ പറ്റില്ല. കാരണം നമുക്കത് ആവശ്യമില്ല. പിന്നെ ഒന്നാമത്തെ തന്നെ നമുക്ക് കിട്ടി, പിന്നെ നമുക്ക് താഴോട്ടുള്ള ഒരു സ്കൂളും ഒരു കോഴ്സും അതിലുള്ള റാങ്കോ അവിടുത്തെ ലാസ്റ്റ് റാങ്കോ ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് താഴോട്ടുള്ള ഒന്നും പിന്നെ കാണാൻ പറ്റില്ല. എന്നാൽ നമുക്കൊരു 10ാമത്തെ ഓപ്ഷനാക്കി കിട്ടിയതെങ്കിൽ 10ന് താഴോട്ടും നമുക്ക് റാങ്ക് കാണാൻ പറ്റില്ല. 10ന് മുകളിലേക്കുള്ള എല്ലാ സ്കൂളുകളിലെയും നമ്മളുടെ റാങ്ക് നമുക്ക് കണ്ടുവെക്കാം. ലാസ്റ്റ് റാങ്ക് ആ സ്കൂളുകളിലെ ലാസ്റ്റ് റാങ്ക്, അതായത് ലാസ്റ്റ് റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ സ്കൂളിലേക്ക് പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റിൽ എടുത്തിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എത്ര വരെ എടുത്തു അത് നമുക്കറിയാം. ഈ സ്കൂളിലേക്ക് ഈ പിന്നെ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് എത്രാമത്തെ റാങ്കുള്ള കുട്ടിയെ വരെ നമ്മൾ സിസ്റ്റം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് റാങ്ക് മനസ്സിലായാൽ നമുക്ക് അടുത്ത ഏത് റാങ്ക് വരെ എത്തുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഒരു 30ാമത്തെ റാങ്കാണ് ലാസ്റ്റ് റാങ്ക് എന്ന് വെച്ചു. ലാസ്റ്റ് റാങ്ക് 30, നമ്മൾ 34 എങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ചാൻസ് നിൽക്കുകയാണെന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ലാസ്റ്റ് റാങ്കും നമ്മുടെ റാങ്കും നമുക്കിനി കിട്ടിയില്ല എങ്കിൽ നമ്മൾ കൊടുത്ത എല്ലാ സ്കൂളുകളിലേക്കുമുള്ള ലാസ്റ്റ് റാങ്കും കാണിക്കും. ലാസ്റ്റ് റാങ്കും നമ്മുടെ റാങ്കും കാണിക്കും. അപ്പോൾ ആ ലാസ്റ്റ് റാങ്കും നമ്മുടെ റാങ്കും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് കിട്ടാനായോ ഒരു സാധ്യതയുണ്ടോ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമുക്ക് 1ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ ഒരു സ്കൂളും താഴോട്ട് നമ്മൾ കാണില്ല, അതിൻ്റെ റാങ്കുകൾ നമ്മൾ കാണില്ല. നമ്മൾ ഓപ്ഷൻ കൊടുത്തതിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ മുഴുവൻ സ്കൂളുകളിലും നമുക്കുള്ള റാങ്ക് കാണാം. ആ സ്കൂളുകളിലെ ലാസ്റ്റ് റാങ്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് റാങ്കും കാണാം. അപ്പം ലാസ്റ്റ് റാങ്കിൽ നിന്ന് നമ്മുടെ റാങ്കിലേക്ക് എത്ര അകലമുണ്ടെന്ന് നോക്കി നമുക്ക് സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ച് മനസ്സിലാക്കാം. ഇനി അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി കുട്ടികളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് കേട്ടോ. ഈ ട്രയലിൽ ശരിയാവാൻ സാധ്യത 70% ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നത് അത് തന്നെ കിട്ടാൻ സാധ്യത 100% ഇല്ല, 70% ഉള്ളൂ. ചിലർ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടി ഒറിജിനൽ അലോട്ട്മെൻറ്റിൽ ഔട്ടാവും. ചിലർ ട്രയലിൽ ഇല്ല ഒറിജിനലിൽ വരും. അപ്പോൾ നമ്മൾ ജൂൺ 2-നാണ് നമ്മളുടെ ഒറിജിനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ആ ജൂൺ 2 വരെ നമ്മൾ കാത്തിരിക്കണം. 2ാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ 10-നാണ്. 3ാമത്തെ അലോട്ട്മെൻറ്റ് 16-നാണ്. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ അലോട്ട്മെൻറ്റുകൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യം, എല്ലാവർക്കും പ്രവേശനം കിട്ടും. നമ്മുടെ ഇഷ്ടപ്പെട്ട സ്കൂൾ ആവണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. എങ്കിലും അടുത്ത സ്കൂളുകളിലോ ഏതാ നമ്മളെ കോഴ്സുകൾ അതൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി ഒരു സയൻസ് കിട്ടിയില്ല എന്ന് വെച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. കൊമേഴ്സിൽ ഞാൻ നന്നായി പഠിച്ച് ഞാൻ CAക്ക് പോകും എന്നൊക്കെ തീരുമാനിക്കാം. ഇങ്ങനെ പല ഡൈവേർഷൻ പല രീതിയിൽ പഠന മാർഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പം നമുക്ക് +2 പരീക്ഷ കഴിഞ്ഞ പരീക്ഷ വന്നു. ആ +2 പരീക്ഷയിൽ ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിലാണ് 1200 മേടിച്ച് കുട്ടിയുടെ ആഗ്രഹം എന്താ, IASന് പോകണമെന്നാ, സിവിൽ സർവീസിലേക്ക് പോവുക, അല്ലെങ്കിൽ IPS IFS ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന് പോയി അത് നേടാനാണ് കുട്ടിക്ക് ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സയൻസ് കിട്ടിയില്ല എന്നതുകൊണ്ടൊന്നും ജീവിതം പാഴായി പോവില്ല. കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. SLCക്ക് ഈ കുട്ടി SSLCക്ക് ഫുൾ A+ കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടി സെലക്ട് ചെയ്തത് ഹ്യൂമാനിറ്റീസാണ്. ആ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്ത കുട്ടിക്കാണ് 1200 മാർക്കും കിട്ടി. മോശമാണോ? അല്ല. അപ്പം നമ്മൾ ഈ ചില ഫീൽഡുകൾ, ഇപ്പം മെഡിക്കൽ ഫീൽഡോ അത്തരം ഫീൽഡിലേക്കൊക്കെ മാത്രം സെലക്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ സയൻസ് കിട്ടണം എന്നൊരു വാശി വേണ്ടൂ. അല്ലാത്തവർക്കൊക്കെ ഇഷ്ടംപോലെ മാർക്കുണ്ട്. 3 സയൻസിനും ഹ്യൂമാനിറ്റീസിനും എല്ലാ കോമ്പിനേഷൻസിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ നമ്മൾ ഇങ്ങനെ ഒരു ട്രയൽ കഴിഞ്ഞുകൊണ്ട് മറ്റ് മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ പറയാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ട്രയൽ കഴിഞ്ഞാൽ കുറേ തിരുത്തലുകൾ വരാനുണ്ട്. ഈ ട്രയലിനോടൊപ്പം 24-ാം തീയതി മുതൽ തിരുത്തും തരും.
തിരുത്തൽ ശരിക്കും ഒരു ദിവസം പൂർണ്ണമായിട്ടുണ്ടാവും നമുക്ക്. നാളെ രാത്രി 24-ാം തീയതി രാത്രിയാണ് വരുന്നതെങ്കിൽ അതിനുശേഷം ഒരു ദിവസം തിരുത്താൻ സമയം തരാം. തിരുത്തിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ തിരുത്തി കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് വരും. പിന്നെ നമുക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് 28-ാം തീയതിയാണ് റീവാലുവേഷൻ തീരുന്നത്. 29-നോ 30-നോ വരും. 26, 27, 28 കൊണ്ട് റീവാലുവേഷൻ തീരും. 28 രാത്രി വരാൻ സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നത് 29-ന് അങ്ങേയറ്റം പോയാൽ 30-ന് അത്രേ പറയാൻ പറ്റും. 29-ന് രാത്രി തന്നെ ചിലപ്പോൾ വന്നുകൂടെ ഇല്ല, അല്ലെ 29-ന് രാവിലെ വരാം, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 30-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ റീവാലുവേഷൻ റിസൾട്ട് വരും. നമുക്കറിയാം 2-ാം തീയതിയാണ് നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതിന് മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുത്ത സംഗതിയൊക്കെ പിന്നെ മാറി. അവിടെ കുറച്ച് ആൾക്കാരുടെ ഗ്രേഡ് കൂടിയവരുണ്ടാവും. ഗ്രേഡ് ആരുടെ കുറയില്ലല്ലോ, റിവാലുവേഷനിൽ ആരുടെയും ഗ്രേഡ് കുറയുന്നില്ല, കുറച്ച് കൂടിയവരുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മളും അതിലൊരാളായിരിക്കും. ടെൻഷൻ അടിക്കണ്ട, നമ്മളും ഈ റീവാലുവേഷന് കൊടുത്ത് കാത്തിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഗ്രേഡ് ഉയർന്നാൽ ഈ കൊടുത്ത എല്ലാ സംഭവവും മാറി. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് ഓപ്ഷൻ കൊടുത്ത 1-ാം സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ വന്നുകൂടയില്ല. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ വേണ്ട. അപ്പോൾ ഇത് ട്രയലാണ്. ഇതിൽ കുട്ടികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെറുതെ കണ്ടാൽ മതി. പ്രിൻ്റ് ഔട്ടോ ഒന്നും എടുക്കേണ്ട കാര്യം, ഇത് ട്രയൽ മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ജൂൺ 2 വരെ കാത്തിരിക്കണം. ഇനി കുട്ടികൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അലോട്ട്മെൻറ്റ് കിടക്കുക. ജൂൺ 2-ന് ഫസ്റ്റ്, ജൂൺ 10-ന് സെക്കൻഡ്, ജൂൺ 16-ന് തേർഡ്, പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, പിന്നെ ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് സെറ്റപ്പുകൾ കിടക്കുക. അതിന് പുറമെ കുറേ കുട്ടികൾ പോളിടെക്നിക്കിൽ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ വേക്കൻസിയിൽ നമുക്ക് കയറാം. പോളിടെക്നിക്ക് സെലക്ട് ചെയ്യുന്ന, ഓപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ VHSCയിൽ പോകുന്നുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ അവർ പോകുന്ന ഒഴിവിലേക്ക് നമുക്ക് കയറി വരാം. മറ്റൊന്ന്, അൺഎയ്ഡഡ് സ്കൂളിൽ, ഇപ്പോൾ സർക്കാർ സ്കൂളിൽ സയൻസ് കിട്ടിയില്ല, അൺഎയ്ഡഡ് സ്കൂളിൽ സയൻസ് എടുക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അത് വേറെ ആ സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നേരിട്ട് പ്രവേശനമാണ്. അപ്പോൾ ആ ഒഴിവിലേക്ക് നമുക്ക് വീണ്ടും കയറി വരാം. ഇപ്പോൾ നമുക്ക് കുറേ ഇത്തരത്തിൽ നാനാ വഴികളിലൂടെയും തിരിഞ്ഞു പോകുന്ന IT-യിൽ പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ പല വഴികളുണ്ട്. ആ വഴികളിലൂടെ ഒക്കെ കുട്ടികൾ കടന്നുപോയി കഴിയുമ്പോൾ, പല വഴിക്ക് കുട്ടികൾ ചെതറിപ്പോയി കഴിയുമ്പോൾ, ഈ +1 മാത്രം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സാധ്യത കൂടുതലാണ്. ഇനി അവിടെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിക്കും. പിന്നെ ഈ നാളെ 24-ന് ഈ ട്രയൽ അലോട്ട്മെൻ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞ് പിന്നെയും ചാൻസുകൾ കിടക്കുകയാണ്. റിവാലുവേഷൻ റിസൾട്ട് നമ്മുടെ ഗ്രേഡ് കൂടും. നമ്മൾ വീണ്ടും ഈ തട്ടിൽ നിന്ന് ഓപ്ഷൻ മുകളിലേക്ക് നമ്മൾ കയറും. നിങ്ങൾ അതെല്ലാം വെച്ച് പഠിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്രയോജനകരമായ അടുത്ത വീഡിയോ വരുന്നു. തിരുത്താണ് അടുത്തത്, എഡിറ്റ്. അതിനെപ്പറ്റി തൊട്ടടുത്ത് വീഡിയോ ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.